പ്രവാസി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവാസി വിശേഷത്തിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഗൾഫ് രാജ്യത്ത്, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നന്നായി ഇടപെട്ട് ആ പ്രവൃത്തി പരിചയം നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ഇവിടെയും ഏറ്റവും നല്ല രീതിയിൽ പുരോഗതിയിലേക്ക് നമ്മുടെ നാടിനെ കൂടി നയിക്കുന്ന നമുക്ക് ഏറെ വിശേഷപ്പെട്ട ശ്രീ ടി.പി. മുഹമ്മദാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, വെൽക്കം. താങ്ക് യു. സർ, ബിസിനസ് മേഖലയിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിലേക്ക് വന്നുപെട്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാഷൻ എവിടെ നിന്നാണ് ആ ഒരു സ്പാർക്ക് സ്റ്റാർട്ട് ചെയ്തത്? ഞാനൊരു ബിസിനസ്സുകാരനായി വന്ന ആളല്ല, മറിച്ച് എൻ്റെ വിദ്യാഭ്യാസം നാട്ടിലും മദ്രാസിൽ MBA കഴിഞ്ഞ് സൗദി അറേബ്യയിൽ ഒരു സാധാരണ ഒരു കമ്പനിയുടെ മാനേജറായിട്ടാണ് എൻ്റെ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. ഏകദേശം 11 വർഷത്തോളം ഞാൻ ഒരു 2 കമ്പനികളിലായി ഒരു പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് നീങ്ങുന്നതിനിടയിലാണ് എൻ്റെ സുഹൃത്തുക്കൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് എന്നെ ക്ഷണിക്കുന്നത്. അത് തീർച്ചയായും ഭാവി തലമുറക്ക് ഗുണപരമായ രീതിയിലേക്ക് കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിത രീതിയെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയെ മാറ്റിയെടുക്കാൻ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നതാണ് എന്നെ ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. TP ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എവിടേക്കാണ് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തന രീതി? കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് പറയാമോ? 2002 ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ജിദ്ദയിൽ അൽനൂർ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നതിലൂടെയാണ് വിദ്യാഭ്യാസം എൻ്റെ ഒരു പാഷനേറ്റ് ഏരിയ ആണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ആ രംഗങ്ങളിലേക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് ജിദ്ദയിൽ അൽഹുദ ഇൻ്റർനാഷണൽ സ്കൂൾ ആരംഭിച്ചു, ദമാമിൽ അൽമുന ഇൻ്റർനാഷണൽ സ്കൂൾ ആരംഭിച്ചു, അതുപോലെ തന്നെ റിയാദിൽ തന്നെ മോഡേൺ ഇൻ്റർനാഷണൽ സ്കൂൾ ഏറ്റെടുത്തു. ഹസയിൽ അൽഹസ എന്ന് പറയുന്ന സ്ഥലത്ത് ഹുദ അൽ നൂർ ഇൻ്റർനാഷണൽ സ്കൂൾ ആരംഭിച്ചു. 2014 ഞാൻ നാട്ടിലെത്തി എൻ്റെ നാട്ടിൽ കൂടി ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ ആ ഒരു രീതി നടപ്പിലാക്കണം എന്ന രീതിയിൽ വരികയും ഇവിടെ മലബാർ ഇംഗ്ലീഷ് സ്കൂൾ എന്ന സ്കൂൾ ആരംഭിക്കുകയും പിന്നീട് അതിൻ്റെ പേര് ശശി തരൂർ കഴിഞ്ഞ വർഷം വന്ന് പേര് മാറ്റി സീൽ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഇപ്പം സൗദി അറേബ്യയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പഠന രീതി കൂടി നമ്മുടെ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ആസ്ക് ഐറ്റൻസുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. ആദ്യമായി സൗദി അറേബ്യയിൽ ആദ്യത്താണ് അങ്ങനെ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ കൂടി നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പം മട്ടന്നൂർ പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു സ്കൂൾ, ഇൻ്റർനാഷണൽ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്? ഞാൻ സാധാരണ പറയുന്നൊരു വിഷയം, കുട്ടികൾ സ്കൂളിൽ വരാൻ ആവേശമുണ്ടാവണം. നമ്മുടെ നാട്ടിൽ സ്കൂളിൽ ലീവ് അനുവദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ആഘോഷിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ആവേശമുണ്ടാക്കുന്നതിന് സന്തോഷിപ്പിക്കുന്ന ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ലൊരു ടർഫ് സംവിധാനം ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഗ്രൗണ്ട് സംവിധാനം. അപ്പോൾ കുട്ടികൾക്ക് കായിക രംഗത്തേക്ക് വളരാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഇൻഡോർ ഗെയിംസിനുള്ള എല്ലാ ചെസ്സ്, അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ സ്കൂളിൽ ലൈഫ് സ്കിൽ സിനിമ ഒരു കുട്ടി ഓരോ ക്ലാസ്സിലും LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഓരോ വർഷം 10 ലൈഫ് സ്കിൽ സിനിമ, സാധാരണ സിനിമയിൽ മറിച്ച് അവർക്ക് മോറലായിട്ടും മറ്റുള്ള സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സിനിമ, അത് കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷത്തൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടർ ലാബിലും മറ്റൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരാശയം, അത് കുറച്ചും കൂടി നന്നായി പ്രവർത്തിക്കണമെങ്കിൽ ഒരു തിയേറ്റർ സംവിധാനം വേണം. അങ്ങനെ ഒരു സ്കൂളിൽ നല്ലൊരു 100 കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് കാണാനുള്ള നല്ലൊരു തിയേറ്റർ സിസ്റ്റം ഞാൻ സംവിധാനം ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളുകളിൽ പിന്നെ കമ്പ്യൂട്ടർ ലാബായാലും സയൻസ് ലാബായാലും അതൊക്കെ അതിൻ്റേതായ എല്ലാ സ്കൂളിലുള്ളതുപോലെ പക്ഷേ കുറച്ചും കൂടി നല്ല രൂപത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറമാണ് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ആഗ്രഹിക്കുന്നതാണ് കുട്ടികളെ ഒരു ലൈവിൽ കൊണ്ടുവരിക എന്നുള്ളത്. അതിന് ഞങ്ങളൊരു നല്ലൊരു സ്റ്റുഡിയോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ന്യൂസ് റീഡിങ്, അതുപോലെ തന്നെ പ്രോഗ്രാം നിങ്ങളെപ്പോലെ ആങ്കറിങ്, ഇതുപോലുള്ള കാര്യങ്ങൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിച്ചു വരുന്ന ഒരു ആവേശം ഉണ്ടാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു യൂട്യൂബ് ചാനലിന് നല്ല വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ സ്കൂളിലെ മുഴുവൻ പരിപാടികളും പേരൻസിന് മെമ്മോ വഴി അയക്കുന്നതിന് പകരം ഞങ്ങൾ ഇത്തരം പരിപാടികളിലൂടെ സ്കൂളിൻ്റെ പരിപാടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് കുട്ടികൾ ന്യൂസ് റീഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആ പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ സംവിധാനങ്ങളിലും ഒരു പടി മുന്നിലാണ് സീൽ ഇൻ്റർനാഷണൽ സ്കൂളും അതുപോലെ തന്നെ നമ്മുടെ ഗൾഫിലെ ഇൻ്റർനാഷണൽ സ്കൂളുകളും. അപ്പോൾ ഇത് വേറെ ഏതൊക്കെ മേഖലയിലാണ് ഏറ്റവും ലൈവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലകളോടൊപ്പം തന്നെ എനിക്ക് നാട്ടിൽ നല്ലൊരു കൃഷിയുണ്ട്, നല്ലൊരു ഫാം ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതും സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്, അത് പണം കിട്ടാൻ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്താൽ ലാഭകരമല്ല എന്ന് എല്ലാവരും പറയുന്ന സ്ഥലത്ത് ഏകദേശം 12ഓളം ഏക്കർ സ്ഥലത്ത്
പച്ചക്കറിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്തുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷനിലൂടെ ഞാൻ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം എൻ്റെ ബിസിനസ് മേഖല എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ BNB ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. അത് നാട്ടിലെയും അതുപോലെ തന്നെ മറ്റിതര രാജ്യങ്ങളിൽ നിന്നും വരുന്ന സ്റ്റേഷനറി സപ്ലൈ, സ്കൂൾ ആൻഡ് ഓഫീസ് സപ്ലൈ സാമഗ്രികളോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെ മിക്കവാറും സ്കൂളുകൾക്ക് ബുക്ക് സപ്ലൈ ചെയ്യുന്നതും എൻ്റെ കമ്പനിയാണ്. നമുക്കറിയാം ഇത്രയും ബിസി ഷെഡ്യൂളുള്ള ഒരാളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി സപ്പോർട്ട് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഫാമിലിയുടെ ഒരു ഭാഗം ഇതിലെന്താണ്, അവരൊരു കോൺട്രിബ്യൂഷൻ എന്താണ്? എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നാട്ടിലായാലും സൗദിയിലായാലും ഇപ്പം 10th വരെയാണ് എൻ്റെ എല്ലാ സ്കൂളുകളും. അതിനെ അപ്ഗ്രേഡ് ചെയ്ത് 12th ആ 12th ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ് സെൻ്ററായി കൊണ്ടുപോകാൻ, അതായത് എൻ്റെ സ്കൂളിൽ പഠിച്ച LKGയിൽ പഠിച്ച കുട്ടി 12th കഴിയുമ്പം അവന് വേറൊരു കോഴ്സ് നോക്കി പോകേണ്ട അവസ്ഥയില്ലാത്ത രൂപത്തിൽ കംപ്ലീറ്റ് ചെയ്ത് വിടുക എന്നതാണ് എൻ്റെ ഒരു ആശയം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലത്തും സൗദിയിലായാലും നാട്ടിലായാലും നടക്കുന്നുണ്ട്. അതോടൊപ്പം ഫാമിലിയെക്കുറിച്ച് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലി ഒരു കട്ട സപ്പോർട്ടാണ്. എൻ്റെ വൈഫും 4 പെൺമക്കളാണ്. വ്യത്യസ്ത മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നു. ഇനിയും കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു പാത്ത് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു നല്ലൊരു മാറ്റം നാട്ടിലും നമ്മുടെ പുതിയ സമൂഹത്തിനും നൽകണം എന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന, വളരെ സന്തോഷകരമായി ജീവിക്കുന്ന ഒരു ഫാമിലിയോട് കൂടിയുള്ള എൻ്റെ ജീവിതം സമ്പൂർണ്ണമാണ് എന്ന് തന്നെ എനിക്ക് ആഗ്രഹിക്കാം. ഇത്രയും സമയം നമുക്കറിയാം, അത്രയും ബിസിയാണെന്നറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായതിന് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ പ്രവാസി വിശേഷം ഇവിടെ തീരുകയാണ്. വീണ്ടും അടുത്ത സെഗ്മെൻറ്റ് കാണുന്നവരേക്കും ബൈ.